ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായി നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയുമുണ്ടായി. പ്രത്യേകിച്ച് ഈ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഹ്വാനവും ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവർക്കാണ് ആ സ്വസ്ഥത അനുഭവമായി തീരുന്നത്, നിത്യഭാഗ്യം അനുഭവമായി തീരുന്നത് എന്നും എപ്രകാരം നമ്മൾ യാത്ര ചെയ്യണം, അത് ദൈവത്തിൻ്റെ വചനപ്രകാരം യാത്ര ചെയ്യണമെന്നും ആ വചനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. വചനം ജീവനും ചൈതന്യവും തരുന്ന വചനമാണ്. അത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളാണ്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാം വെളിവാക്കുന്നതാണ്. മാത്രമല്ല, ഹൃദയത്തിലെ നിരൂപണങ്ങളും ചിന്തനങ്ങൾ പോലും അതിന് ആ ദൈവവചനം അതിനെ മനസ്സിലാക്കി നമ്മെ രൂപപ്പെടുത്തുന്ന ഒരു ദൈവവചനമാണ് എന്ന് ഈ വേദഭാഗങ്ങളിലൂടെ നമ്മൾ കാണുകയുണ്ടായി. ഇനി 14, 15, 16 വാക്യങ്ങൾ ഇതുവരെ പഠിച്ചതിൻ്റെതായ ഒരു പരസമാപ്തിയിൽ വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. അവിശ്വാസവും അശ്രദ്ധയും ഉണ്ടാകാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളാണ് 2 ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത്. 1 മുതൽ 11 വരെയും ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാനുള്ള പരിശ്രമവും ഉത്സാഹവും നമ്മൾ കണ്ടു. 12, 13 വാക്യങ്ങളിൽ വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിച്ച് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം വീണു പോകാതെ, അശ്രദ്ധയുണ്ടാകാതെ, അവിശ്വാസമുണ്ടാകാതെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നടന്ന് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇവിടെ 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിൻ്റെ നിസ്തുലമായ സ്ഥാനവുമാണ് നാം മുറുകെ പിടിക്കേണ്ടത് എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ നിസ്തുലമായ സ്ഥാനവും അവനിലുള്ള മഹത്വവുമാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന വേദഭാഗമാണ്. 4-ാം അധ്യായം 14-ാം വാക്യം, സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ ദൈവപുത്രനായ യേശുക്രിസ്തു നമുക്കുള്ളതിനാൽ നാം ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിക്കുക. സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു മഹാപുരോഹിതൻ, ഇതാണ് ക്രിസ്തുവിനെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നത്. അത് സ്വർഗോന്നതങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന ഒരു മഹാപുരോഹിതൻ. അവൻ ഔന്നത്യമേറിയവനാണ് എങ്കിലും അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് നമ്മോടൊപ്പം പാർത്തു. നമ്മുടെ ജീവിതത്തിനോട് താതാത്മ്യപ്പെട്ട് മനുഷ്യനായി ദൈവത്തിൻ്റെ സമത്വം മുറുകെ പിടിക്കാതെ അവൻ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യരായ നമ്മോട് താതാത്മ്യപ്പെട്ടു. നമ്മളുടെ എല്ലാ വേദനകളും കഷ്ടതകളും ഒക്കെ നമ്മോടൊപ്പം ചേർന്ന് നിന്ന്, അവിടെ പറയുന്നത് പാപമൊഴികെ സകലത്തിലും മനുഷ്യനോട് താതാത്മ്യപ്പെട്ടു. പാപമില്ലാത്തവനായ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്ന്
പാപമൊഴികെ സകലത്തിലും നമ്മോട് താതാത്മ്യപ്പെട്ട ഏകീഭവിച്ച ഒരു തമ്പുരാനാണ്. അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. സ്വർഗോന്നതങ്ങളിൽ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന മഹാപുരോഹിതൻ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആ മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി അവിടെ ഉള്ളതുകൊണ്ട് എനിക്കെപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാം. കാരണം നമ്മോടൊപ്പം പാർത്ത, പാപമൊഴികെ നമ്മോടൊപ്പം ഏകീഭവിച്ച ഒരു മഹാപുരോഹിതനാണ് നമുക്ക് സ്വർഗത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിക്കുവീൻ. അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിക്കുവീൻ. ഇവിടെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹാപുരോഹിതനാണ്. പഴയ നിയമ പുരോഹിതന്മാരുണ്ട്, എന്നാൽ അവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് ഈ മഹാപുരോഹിതൻ. കാരണം നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനാണ് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. തൻ്റെ ഏകജാതനായ പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നവൻ. അവനാണ് ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ്. പഴയ നിയമ പുരോഹിതന്മാരെക്കാൾ വ്യത്യസ്തമായി ഉള്ള മഹാപുരോഹിതനാണ് മശീഹ തമ്പുരാൻ. പഴയ നിയമ പൗരോഹിത്യൻ്റെ ഒരു പ്രതിച്ഛായ മാത്രമായിരുന്നു. അങ്ങനെ പ്രാപിച്ച ഒരു പൗരോഹിത്യമല്ല ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. ആ പൗരോഹിത്യം സ്വതസിദ്ധമായി ലഭിച്ചതായ പൗരോഹിത്യമാണ് മഹാപൗരോഹിത്യം. അത് ഭൗമികമായ പൗരോഹിത്യമല്ല, സ്വർഗീയമായ പൗരോഹിത്യമാണ് കർത്താവിൻ്റെ പൗരോഹിത്യം. ആ കർത്താവ് രാജകീയ പുരോഹിതൻ എന്നതിനുപരിയായി സ്വർഗോന്നതത്തിൽ വാഴുന്ന മഹാപുരോഹിതൻ സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്ന് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. സ്വർഗീയ ദേവാലയത്തിലേക്ക് തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ സ്വർഗീയ ദേവാലയത്തിലേക്ക് കടന്ന് അവിടുത്തെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരിക്കുകയാണ് ആ വലിയ പുരോഹിതനായ കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ സ്വർഗാരോഹണത്തിലൂടെ. അപ്പോൾ ആ കർത്താവ് മഹാപുരോഹിതൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിലൂടെ നമ്മെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, അല്ലെങ്കിൽ നമുക്കും സ്വർഗത്തിലേക്ക് ചെല്ലുവാനുള്ള ഒരു വഴി അതിലൂടെ ദൈവം തമ്പുരാൻ തുറന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യപുത്രന്മാരുടെ ഇടയിലേക്ക് കടന്നു വന്നത് മനുഷ്യപുത്രന്മാരെ ദൈവത്തിൻ്റെ പുത്രന്മാരാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യമക്കളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് മനുഷ്യമക്കളായ നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ട് ഗോവേണിയാണ്. ആ ഗോവേണിയിലൂടെ, ക്രിസ്തുവാകുന്ന ഗോവേണിയിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ. അതുകൊണ്ടാണ് മശീഹ തമ്പുരാൻ പറഞ്ഞത്, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് ആൻഡ് ഐ ആം ദ ലൈഫ്, നോ വൺ കം ടു മൈ ഫാദർ എക്സെപ്റ്റ് ത്രൂ മീ. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നില്ല. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗോന്നതത്തിൽ വാഴുമ്പോൾ ആ പിതാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനുള്ള
ആ ഒരു ബന്ധം വഴിയാണ് കർത്താവ് തമ്പുരാൻ നമ്മോടൊപ്പം പാർത്ത് നമുക്ക് വെട്ടിത്തുറന്ന് തന്നത്. പാപികളായ മനുഷ്യന് ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങിച്ചെല്ലുവാനുള്ള ഒരു സാധ്യത അതിലൂടെ ദൈവം തമ്പുരാൻ നമുക്ക് ഒരുക്കി തന്നു. ആ ഏറ്റുപറയുന്ന വിശ്വാസം മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ മാമോദീസ കുദാശയിലൂടെ ഒരു പൈതലിനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പൈതലിൻ്റെ തലത്തൊട്ട പിതാവ് അല്ലെങ്കിൽ മാതാവ് ആ കുഞ്ഞിനു വേണ്ടി ഏറ്റുപറയുന്ന ഒരു പ്രാർത്ഥനയാണ്, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. 3 പ്രാവശ്യമാണ് സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിച്ച് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഏറ്റുപറഞ്ഞവരാണ് ഓരോ ക്രിസ്ത്യാനികളും. സാത്താനെ ഉപേക്ഷിച്ച്, പിശാചിനെ ഉപേക്ഷിച്ച് അവനെ തള്ളിപ്പറഞ്ഞ്, പടിഞ്ഞാറോട്ട് നോക്കി പിശാചിനെ തള്ളിപ്പറഞ്ഞ് കിഴക്കോട്ട് നോക്കി കർത്താവിനെ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞ പൈതങ്ങളാണ്, ക്രിസ്തീയ പൈതങ്ങളാണ് ഞാനും നിങ്ങളും. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, ആ വിശ്വാസത്തെ മുറുകെ പറ്റുവാൻ തക്കവണ്ണം, വിശ്വാസ ജീവിതത്തിൽ നിന്ന് ഒട്ടും വഴുതിപ്പോകാതെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ചിരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിനെ കെട്ടിപ്പിടിച്ചിരിക്കുവാൻ തക്കവണ്ണം, എൻ്റെ കർത്താവിനെ അള്ളിപ്പിടിച്ചിരിക്കുവാൻ തക്കവണ്ണം, അവനിൽ നിന്ന് പിടി വിടാതെ ആ അമ്മയുടെ മാറോട് ചേർന്ന് ഈ കുഞ്ഞ് ചാരിക്കിടന്ന് മുറുകെ പിടിച്ചിരിക്കുന്നത്, പൂണ്ടടക്കം പിടിക്കുന്നത് പോലെ ആ വിശ്വാസത്തിൽ എൻ്റെ കർത്താവിനെ പൂണ്ടടക്കം പിടിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ നോക്കിക്കൊള്ളുവാൻ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. 4-ാം അധ്യായം 15-ാം വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മളുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ദാസരൂപമെടുത്ത് മനുഷ്യൻ്റെ വേഷത്തിൽ നമ്മുടെ ഇടയിൽ പാർത്തു. തന്നെ തന്നെ ക്രൂശു മരണത്തോളം തന്നെ തന്നെ അവൻ താഴ്ത്തി ഏൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല മുഴങ്കാലും അവൻ്റെ മുൻപാകെ വണങ്ങി. അപ്പോൾ എൻ്റെ പാപത്തിനു വേണ്ടി പാപവിമോചകനായിട്ടാണ് ഈ മഹാപുരോഹിതനായ ക്രിസ്തു, പാപവിമോചകൻ, നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ അങ്ങനെ ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മോടൊപ്പം പാർത്തപ്പോൾ നമ്മളുടെ ജീവിതത്തോട് അവൻ താതാത്മ്യപ്പെട്ടു. ദൈവം മനുഷ്യനോട് താതാത്മ്യപ്പെട്ടു. ദൈവം മനുഷ്യൻ്റെ ഇടയിൽ പാർത്തു. ദൈവം ഒരു മനുഷ്യനായി വേഷം ധരിച്ച് ഈ മനുഷ്യരോടൊപ്പം പാർത്തു. പക്ഷേ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും നമ്മോട് ഏകീഭവിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളത്. സകല കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് കർത്താവ് തമ്പുരാൻ. പാപമൊഴികെ നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു.
എന്നാൽ ആ പരീക്ഷകളെ ഒക്കെയും അവൻ ദൈവികമായി ദൈവപുത്രനായിരുന്നതുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന മഹാപുരോഹിതനായി. പാപമൊഴികെ എന്ന് പറയുമ്പോൾ സകല പരീക്ഷണങ്ങളും പോരാട്ടങ്ങളും യാതനകളും കഷ്ടതകളുമെല്ലാം മനസ്സിലാക്കുവാൻ, മനുഷ്യൻ്റെ കുറവുകളെയും ബലഹീനതകളെയും വരുന്ന പരീക്ഷകളെയും എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമുക്കവിടെയുള്ളത്, ഒരു പുരോഹിതനാണ് അവിടെ ഉള്ളത്. കർത്താവ് പാപമില്ലാത്തവനായിരുന്നതിനാൽ കർത്താവിന് വന്ന പരീക്ഷകളും പോരാട്ടങ്ങളുമൊക്കെ അതീവ തീവ്രതയും കഠിനതയും ഉള്ളതായിരുന്നു. എങ്കിലും കർത്താവ് അതിൻ്റെ മേൽ വിജയം വരിച്ചു. ഇപ്രകാരം നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് കൊണ്ട് നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു നമ്മളുടെ ബലഹീനതകളിൽ സഹതപിക്കുന്നവനാണ്. നമ്മളുടെ വേദനകളെയും നമ്മുടെ യാതനകളെയും നമ്മളുടെ കഷ്ടതകളെയും നമ്മളുടെ രോഗങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും അറിയുന്നവനും ആ വേദനകളുടെ മുമ്പിൽ നമ്മോട് സഹതപിക്കുന്നവനുമാണ്. അതുകൊണ്ടല്ലേ ലാസർ മരിച്ചപ്പോൾ യേശു തമ്പുരാൻ കല്ലറയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. യേശു കണ്ണുനീർ വാർത്തു. ആ കുടുംബത്തിൻ്റെ, ആ സമൂഹത്തിനുണ്ടായ ദുഃഖത്തിൽ യേശു തമ്പുരാൻ പങ്കുചേർന്നു. ആ കല്ലറയുടെ അടുക്കൽ നിന്ന് യേശു തമ്പുരാൻ കണ്ണുനീർ വാർത്തു. കരയുന്നവരോടൊപ്പം കരയുന്ന ഒരു കർത്താവ്. രോഗികളെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് സൗഖ്യമാക്കിയ ഒരു കർത്താവ്. ബെത്സയിദ കുളക്കരയിൽ രോഗിയായി കിടന്ന് എഴുന്നേൽക്കുവാൻ നിവൃത്തിയില്ലാതെ, ആ കുളത്തിലേക്കൊന്ന് ഇറങ്ങുവാൻ സാധിക്കാതെ 38 വർഷമായി രോഗിയായി അവിടെ കിടക്കുന്ന മനുഷ്യൻ്റെ ദയനീയ അവസ്ഥ കണ്ട് യേശു തമ്പുരാൻ അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. അവന് സൗഖ്യം കൊടുത്തു. കരയുന്നവരെ കാണുമ്പോൾ വേദനിക്കുന്ന ഒരു കർത്താവ്. അങ്ങനെ ഒരു മഹാപുരോഹിതനാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലുള്ളത്. അവൻ നമ്മെ സഹായിക്കുവാൻ മതിയായവനാണ്. കർത്താവ് എന്നെ വിട്ടുപോകുന്നവനല്ല. എൻ്റെ വേദനകളിൽ എന്നെ പൂണ്ടടക്കം പിടിക്കുന്നവനാണ് കർത്താവ്. എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്നിരിക്കുന്നവനാണ്. എൻ്റെ രോഗക്കിടക്കകളിൽ എന്നോടൊപ്പം വന്നിരുന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. ആ കർത്താവ്, മഹാപുരോഹിതനായ കർത്താവ് സ്വർഗത്തിൽ എനിക്ക് വേണ്ടിയുണ്ട്. അവൻ നമ്മെ സഹായിക്കുവാൻ പ്രാപ്തനാണ്. നമ്മളുടെ എല്ലാ വേദനകളെയും അവൻ അറിയുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഞങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്കായി കരുതുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഞാൻ യാചിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കാണുന്നവൻ, എന്നെ അറിയുന്നവൻ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് സ്വർഗോന്നതങ്ങളിൽ വാഴുന്ന മഹാപുരോഹിതനായ, നിത്യനായ പുരോഹിതനായ ദൈവം, കർത്താവ്. ആ കർത്താവ് നമുക്ക് മഹാപുരോഹിതനായി, നമ്മളുടെ പാപ പരിഹാരത്തിന് വേണ്ടി ബലിയർപ്പിച്ച സ്വയം ബലിയായി തീർന്ന കർത്താവ്, മഹാപുരോഹിതൻ നമുക്കവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടുകൂടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാം. ദൈവത്തിൻ്റെ കൃപാസനത്തോടടുത്തു വരാം. 16-ാമത്തെ വാക്യം, 4-ാം അധ്യായം 16-ാം വാക്യം, അവസാനത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലാം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിക്കുവാനുമായി നമുക്ക് ധൈര്യത്തോടെ
കൃപാസനത്തിന് അടുത്ത് ചെല്ലാം. ഈ ദൈവത്തിൻ്റെ കൃപാസനവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നത് നമുക്ക് വേണ്ടി ഇവിടെ യാഗമായി തീർന്ന് നമ്മെ വീണ്ടെടുത്ത ശ്രേഷ്ഠ മഹാപുരോഹിതനായ എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് നമ്മുടെ ആരാധനയിലൂടെ നാം ക്രിസ്തു സമക്ഷത്തിലേക്ക് വന്ന് ദൈവ സംസർഗം അനുഭവിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിതാവായ ദൈവം നമ്മോടുകൂടെ തൻ്റെ അമൂല്യമായ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ വീണ്ടെടുത്ത പുത്രനാം ദൈവം നമ്മോടുകൂടെ. ഓരോ വിശുദ്ധ കുർബാനയിലും ആ കർത്താവിനെ ദർശിക്കുവാനും ആ തിരുശരീര രക്തങ്ങളിലൂടെ കർത്താവിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനും അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാനും അവൻ പറയുകയാണ്, എന്നിൽ വസിക്കുന്നവനിൽ ഞാനും വസിക്കും. ദൈവസന്നിധിയിൽ ആരാധനയിലൂടെ, ദൈവികമായ സംസർഗത്തിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എന്നിൽ വസിക്കുന്നവനിൽ ഞാനും വസിക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവൻ നിത്യമായ ജീവൻ അവർക്ക് പ്രദാനം ചെയ്യുന്നു. ആ നിത്യജീവനെ പ്രദാനം ചെയ്യുന്ന തിരുശരീര രക്തങ്ങളെ നമ്മൾ അനുഭവിക്കുമ്പോൾ ആ ദൈവം നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നു. അങ്ങനെ ഞാനും എൻ്റെ കർത്താവും ഒന്നായി തീരുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നു. ദൈവം വസിക്കുന്ന ഒരു കൂടാരമാണ് എൻ്റെ ഈ ശരീരം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ്. ഓരോ ദൈവമക്കളിലും അവരുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നമ്മൾ പ്രാപിച്ചുകൊണ്ട് ആ ക്രിസ്തു നമ്മിൽ ഉള്ളതുകൊണ്ടാണ് അവൻ്റെ ശരീരവും രക്തവും നമ്മുടെ ഉള്ളിൽ നമ്മൾ സ്വീകരിച്ച് അനുഭവിച്ച് അവൻ നമ്മിൽ വസിക്കുന്നു. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്, പിതാവാം ദൈവത്തിൻ്റെ അടുത്ത്. അവനിലൂടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്തിന് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നമുക്ക് ധൈര്യത്തോടെ, കാരണം എന്നിൽ വസിക്കുന്ന ക്രിസ്തു തമ്പുരാൻ മഹാപുരോഹിതനായി സ്വർഗോന്നതത്തിൽ സ്വർഗീയ ദേവാലയത്തിലുണ്ട്. അവൻ്റെ അടുക്കലേക്ക്, അവനിലൂടെ പിതാവാം ദൈവത്തിൻ്റെ അടുക്കലേക്ക്, സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് എനിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. മനുഷ്യനും ദൈവവുമായുള്ള അന്തരം, പാപം മൂലമുണ്ടായതായ മനുഷ്യൻ്റെ വീഴ്ച ക്രിസ്തു മൂലം പരിഹരിക്കപ്പെട്ടു. ആ പാപത്തിൽ നമ്മെ വീണ്ടെടുത്ത് ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് വീണ്ടും എന്നെ കൊണ്ടുവരുവാൻ വേണ്ടി ആ ദൈവപുത്രൻ പാപമൊഴികെ എന്നോടൊരുമിച്ച് താതാത്മ്യപ്പെട്ടു. അവൻ്റെ ശരീരം, അവൻ്റെ രക്തം അച്ചാരമായി ഞങ്ങൾക്ക് നൽകി. അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി അവൻ എനിക്ക് തുറന്നു തന്നു. ദൈവവും ഞാനുമായുള്ള അന്തരമില്ലാതെയായി. ഇരുപക്ഷത്തിൻ്റെയും അവൻ ഒന്നാക്കി തീർത്തു. വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. മനുഷ്യമക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി ഇതിലൂടെ മാറ്റപ്പെട്ടു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിലൂടെ സഞ്ചരിക്കുന്ന മക്കൾക്ക് യഥാസമയം ദൈവത്തിൻ്റെ കൃപയും സഹായവും ദൈവം തമ്പുരാൻ നമുക്ക് നൽകും. പാപമോചനത്തിന് പുറമേ സകല പരീക്ഷകളിൽ നിന്നും അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവികമായ സഹായം, ദൈവത്തിൻ്റെ കൃപ നമ്മെ ചുറ്റിക്കൊള്ളും. പ്രിയമുള്ളവരെ, 4-ാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായി ചിന്തിച്ചത്. ദൈവത്തിൻ്റെ സ്വസ്ഥത ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അത് പ്രാപിക്കുവാനുള്ള ഉത്സാഹവും വിശ്വാസവും വിശ്വാസസ്ഥിരതയും നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവർക്ക് ആ നിത്യമായ ഭാഗ്യം ദൈവം ഒരുക്കിയിരിക്കുന്നു.
ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ കണ്ടത്. മൂന്നാമതായിട്ട് അവിടെ കാണുന്നത് ആ വചനത്തിലൂടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വാഴുന്ന ഒരു രാജകീയ മഹാപുരോഹിതൻ നമുക്കവിടെയുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് എന്നെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി ക്രൂശുമരണത്തിലൂടെ തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്ക് നൽകി. അതിലൂടെ ഞാനും എൻ്റെ ദൈവവുമായി ഉണ്ടായതായ പാപം മൂലമുണ്ടായതായ എൻ്റെ വീഴ്ച മൂലമുണ്ടായതായ അകൽച്ച മാറ്റി ആ മക്കളെന്നുള്ള പദവിയിലേക്ക് എൻ്റെ കർത്താവ് എന്നെ വഴി നടത്തി. ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ആ സ്വർഗീയമായ ദേവാലയത്തിൽ അവിടെ ഉപവിഷ്ടനായിരിക്കുന്നു. ആ കർത്താവ് അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യത്തോടു കൂടി എൻ്റെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് ഞാൻ അടുത്ത് ചെല്ലും. അപ്പോൾ തക്ക സമയത്ത് എനിക്ക് കൃപ ലഭിക്കുവാനും തൽസമയത്ത് തന്നെ ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാനും തക്കവണ്ണം ഞാൻ ധൈര്യത്തോടെ ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ എനിക്ക് സ്വർഗത്തിലുള്ളതുകൊണ്ട് ആ ധൈര്യത്തോടു കൂടി എൻ്റെ പിതാവിൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആ നിത്യ രക്ഷ അനുഭവിക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമീൻ.